പ്രൈസ് അല്ലാഹ്. ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ എല്ലാവർക്കും നിസ്തുല്യമായ സ്നേഹത്തെ വന്ദനത്തെ അറിയിക്കുന്നു. മെന്റലി ട്രോമ അനുഭവിക്കുന്നവർ സൊസൈറ്റിക്കകത്ത് അധികമാണ്. ട്രോമ എന്ന് പറഞ്ഞ് ചിലപ്പോൾ ചെറുപ്പത്തിൽ സംഭവിച്ച ഇൻസിഡൻസ് ആയിരിക്കാം, അല്ലെങ്കിൽ നമ്മൾ എവിടെയോ ഫേസ് ചെയ്ത ഒരു സ്റ്റേജസ് ഓഫ് ഒരു പെയിൻഫുൾ ലൈഫ് ആയിരിക്കാം. The things which is we never try to remember again. ഇവിടെ എല്ലാം പിശാച് കയറിയിരിക്കുന്ന ഒരു വെപ്പൺ നമുക്ക് കാണാൻ കഴിയും. പിശാചിന്റെ വെപ്പണാണ് മെന്റൽ ട്രോമാസ്. ഒരു മനുഷ്യനെ കൺഫ്യൂസ്ഡ് ആക്കും. പുതിയ ഡിസിഷനകത്തേക്ക് വരുമ്പോൾ, പുതിയൊരു ദൈവിക പദ്ധതിയിലേക്ക് വരുമ്പോൾ പിശാച് അതിന് ഭയങ്കരമായി ട്രിഗർ ചെയ്യും. പിശാച് അതിന് വളരെയധികം ട്രിഗർ ചെയ്യും. നീ പണ്ട് നീ അത് ചെയ്തത് കൊണ്ട് നിനക്കത് സംഭവിച്ചതാണ്, വീണ്ടും നീ അങ്ങനെ ചെയ്യല്. ഇങ്ങനെ വേദനയിൽ മുറിവിൽ വീണ്ടും വീണ്ടും കുത്തി കോൺഫിഡൻസ് നഷ്ടപ്പെടുകയും, ഒരു പക്ഷെ നിങ്ങൾ ആ വഴിയിലൂടെ പോയാൽ 100% വിജയിക്കാൻ സാധ്യതയുള്ള ഒരു കാര്യമായിരിക്കാം, അല്ലെങ്കിൽ ദൈവം ഉദ്ദേശിക്കുന്ന ഒരു ട്രാക്ക് ആയിരിക്കാം. എന്നാൽ ട്രാക്കിലൂടെ ചെല്ലുവാൻ കഴിയാതെ വണ്ണം വ്യക്തികൾ നിന്റെ ട്രോമയെ വീണ്ടും വേദനിപ്പിക്കുകയും, അതുപോലെ തന്നെ പിശാചും അതിനെ വല്ലാതെ യൂസ് ചെയ്യുവാൻ മനുഷ്യനെ അലൗ ചെയ്യുന്ന എല്ലാം മനുഷ്യന്റെ ജീവിതത്തിലുണ്ട്. അവിടെയാണ് നിങ്ങൾ വചനത്താൽ അതിനെ ജയിക്കേണ്ടത്. ആമേൻ. ബൈബിൾ ഇങ്ങനെ പറയുന്നു, ഒരുവൻ ക്രിസ്തുവിലായാൽ പഴയത് കഴിഞ്ഞു പോയി, അവൻ തന്റെ രക്തത്താൽ നമ്മെ വിലക്ക് മേടിച്ചിരിക്കുന്നു, ക്രൂശിലെ രക്തം നമുക്ക് വിജയം തന്നിരിക്കുന്നു. പുതിയതിലേക്ക് കാല് വെക്കുവാൻ, പുതിയതിലേക്ക് കോൺഫിഡൻസോടെ വെക്കുവാൻ അതെ ദൈവം നിന്നെ അനുവദിക്കുന്നു. ഈ സമയത്ത് പഴയ പിശാച്, പഴയ സാത്താൻ, പഴയ സർപ്പം, പഴയ പിശാച് പഴയത് പറഞ്ഞ് നിന്റെ പുറകെ വരുന്നുണ്ടെങ്കിൽ, പഴയ കാലഘട്ടങ്ങളെ തിരിഞ്ഞ് നിന്റെ ലൈഫിൽ വരുന്നുണ്ടെങ്കിൽ വചനം കൊണ്ട് അതിനെ ജയിക്കുക. നീ പുതിയ സൃഷ്ടിയാണ്. നിന്റെ ലൈഫിൽ പഴയതിന് സ്ഥാനമില്ല. പഴയ അനുഭവങ്ങൾക്ക്, പഴയ ഫെയിലിയേഴ്സിന്, പഴയ പരാജയങ്ങൾക്ക്, പഴയ രോഗങ്ങൾക്ക്, പഴയ പാരമ്പര്യത്തിന്, നിന്റെ മേൽ ശാപത്തിന് നിന്റെ മേൽ അധികാരമില്ല. യേശു നിന്നെ തന്റെ ക്രൂശിലെ രക്തത്താൽ, യേശു നിന്റെ തന്റെ മകനാക്കി, തന്റെ മകളാക്കി ക്രൂശിൽ നിന്നോട് നിയമം ചെയ്തു, ഉടമ്പടി ചെയ്തു. ആ ക്രൂശ് നിലനിൽക്കെ, ആ നിയമം നിലനിൽക്കെ നിനക്ക് നേരെ വ്യാപരിക്കുന്ന പഴയ പിശാച്, പഴയ സാത്താൻ ഇപ്പോൾ ചില ശരീരങ്ങൾക്കകത്തു നിന്നും വചനം നിങ്ങൾ പറയുക. നിങ്ങൾ വചനത്തെ ആശ്രയിക്കുക. യഹോവയുടെ വചനം അത് നിങ്ങളുടെ ജീവിതത്തിലെ ആശ്രയമാണ്, അത് വിടുതലാണ്. ഇത് ഞാൻ പറയുമ്പോൾ തന്നെ ചില വ്യക്തികളുടെ ജീവിതത്തിൽ പഴയ സാത്താൻ പഴയതുമായി നിന്റെ അടുത്ത് വരുമ്പോൾ, ഇന്ന് ചിലതിനെ ദൈവം വിടുവിക്കും. ചില കുടുംബങ്ങളെ, ചില തലമുറകളെ പുതിയ പൊസിഷനിലകത്തേക്ക്, പുതിയ രാജ്യങ്ങൾ, പുതിയ എക്സാംസുകൾ പ്രിപ്പയർ ചെയ്യുന്നവർ, പുതിയ ജോലി ആഗ്രഹിക്കുന്നവർ, പഴയ സീസൺ അകത്തിരിക്കുന്ന ദൈവത്തിലെ നിനക്ക് വേണ്ടി യഹോവയുടെ കരം ചലിക്കും. വിശ്വസിക്കുക. ദൈവമായ കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു ഓൾ. ആമേൻ.